നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണെന്ന് സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയാണ്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംഎൽഎമാരായ ടി.ജെ. സനീഷ് കുമാറും എ.കെ.എം. അഷ്റഫും നിയമസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സമരപ്രഖ്യാപനം നടത്തിയത്. പോലീസിലെ ഏറാൻ മൂളികൾക്ക് സർക്കാർ പ്രോത്സാഹനം കൊടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ആരോപിച്ചു. വൃത്തികേടുകൾക്ക് മുഴുവൻ പോലീസ് കൂട്ടുനിൽക്കുന്നു. ഏരിയ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും പോലീസിന് പേടിയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കുന്നംകുളം പി.ജി. പേരൂർക്കട സംഭവങ്ങൾ സതീശൻ നിരത്തി. കുന്നംകുളം കേസിലെ ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ആരോപണ വിധേയരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും സതീശൻ പ്രഖ്യാപിച്ചു. സുജിത്തിനെതിരെ ചുമത്തിയതെല്ലാം നിസ്സാര കേസുകളാണെന്നും മദ്യപിച്ചെന്ന് വരെ കള്ളക്കേസുണ്ടാക്കിയെന്നും സതീശൻ ആരോപിച്ചു. ക്രൂരമർദ്ദനത്തെ നാണമില്ലാതെ ന്യായീകരിക്കുന്നതായും നിരപരാധിയായ സ്ത്രീയോട് കക്കൂസിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞ സംഭവം കേരളത്തിൽ നാണം കെട്ട പോലീസിനെയാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പോലീസിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി പഴയകാല സെൽഫ് ഭരണത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ പ്രതിപക്ഷം സമരം തുടരുമെന്നും സതീശൻ വ്യക്തമാക്കി. നേരത്തെ സംസ്ഥാനത്ത് അരങ്ങേറുന്ന പോലീസ് മർദ്ദനത്തിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിച്ചത്. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പ്രതിപക്ഷാംഗം റോജി എം. ജോൺ പോലീസിനെ നിയന്ത്രിക്കാത്ത പിണറായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുറ്റപ്പെടുത്തി. പോലീസിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്ന് റോജി എം. ജോൺ ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വി.എസ്. സുജിത്ത് നേരിട്ടത് അതിക്രൂര പീഡനമാണെന്ന് റോജി പറഞ്ഞു. പോലീസ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമം നടന്നു. കേസ് ഒതുക്കാനായി CCTVക്ക് മുമ്പിൽ നിന്ന് പോലീസ് കാശ് എണ്ണി വാങ്ങി. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പി.സി. കുണ്ടറ പോലീസ് മർദ്ദനങ്ങളും റോജി എം. ജോൺ സഭയിൽ ചൂണ്ടിക്കാട്ടി. 1977 മാർച്ച് 30 അന്നത്തെ MLA ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പഴയ പ്രസംഗവും റോജി എം. ജോൺ ഓർമ്മിപ്പിച്ചു. അവർ 2 പേർ ആദ്യ റൗണ്ട് അടിച്ചു. CA അടക്കം 3 പോലീസുകാർ പിന്നീട് കടന്നു വന്നു. അങ്ങനെ 5 ആയി. 5 ആളുകളിട്ട് തല്ലുകയാണ്. എല്ലാ രീതിയിലും തല്ലി. പല പ്രാവശ്യം വീണു, പല പ്രാവശ്യം എണ്ണീറ്റു. അവസാനം എണ്ണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. പൂർണ്ണമായും വീണു. എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെല്ലാം കൂടി മാറി മാറി ദേഹത്ത് ചവിട്ടി. അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി. 10, 15, 20 മിനിറ്റ്. എന്നിട്ട് അവർ പോയി. ഇതായിരുന്നു പിണറായിയുടെ പ്രസംഗം. പോലീസിനെതിരായ CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ കുറിപ്പും റോജി സഭയിൽ വായിച്ചു. കുറ്റം ചെയ്തവനെ കുറ്റക്കാരനാക്കുകയാണ് പോലീസ്. പോലീസ് പാവപ്പെട്ടവന്റെ മേൽ കയറുകയാണ്. യൂണിഫോം ദേഹത്ത് കയറിയാൽ കറണ്ട് അടിച്ച പോലെയാണ്. ജനം നിയമം കയ്യിലെടുത്താൽ സ്ഥിതി മാറുമെന്നും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് CPI എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ അംഗീകാരം വേറെ എവിടെ നിന്ന് കിട്ടാനാണെന്നും റോജി ചോദിച്ചു. പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലാണ് നിയമസഭയിൽ 2 മണിക്കൂർ ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ സമ്മതിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് MLA ആയ റോജി എം. ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമായതിനാൽ നിയമസഭയും ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കിയായിരുന്നു. പോലീസ് അതിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും ഇടത് സർക്കാരിനെയും വെട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിച്ചത്.